ഇന്ന് ചക്ക എലിശ്ശേരി വെക്കുന്നുണ്ടേ. പഴയ കാലത്ത് ചക്ക എലിശ്ശേരി വെക്കുന്നുണ്ട്. ചക്ക പറിച്ചൊന്ന് കൊത്തിയിട്ട് പോയതാ. അത് കളഞ്ഞിടട്ടെ. കടലിട്ടിട്ട് ചക്ക എലിശ്ശേരിയാണ് പഴയ കാലത്തിൽ നമ്മൾ വെക്കുന്ന ചക്ക എലിശ്ശേരി. ചക്ക ഒരു മുറി ചക്ക ഇത്ര തന്നെ ഉണ്ട്. ഇതായി കൊത്തിയിരിയുമ്പോൾക്ക് ചെറിയൊരു മധുരം പോലെ ഉണ്ട്. എന്നാലും കടലയിലിട്ടിട്ട് എലിശ്ശേരി ആക്കുമ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. ഉണ്ടല്ലേ. ഇനി ഇതെല്ലാം മുറിച്ചെടുക്കണം, കുരുവെല്ലാം കുനിച്ചെടുക്കണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ചക്ക എലിശ്ശേരിക്ക് വേണ്ടുന്ന കടല കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലിട്ടിട്ട് വേവാൻ വെക്കാം. അതാവുമ്പോൾ ഇതാവും ആവുമല്ല. ഇത് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കടല കുതിർത്തത്. ഇതതിനോണ്ട് കുത്തിയിട്ട് അതിന് ചുളി കളഞ്ഞിട്ട് കുക്കറിൽ ഇത് വേറെ തന്നെ വേവിക്കും. ചക്കക്ക് വേവൊന്നുമില്ലല്ലോ, ഇനി കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് ഇത് വേഗമാവുമല്ല. കുക്കറിലിട്ടാൽ ഇങ്ങനെ ആക്കാം. കടലിടുന്നതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ട് ഞാൻ നമ്മൾ ചക്ക അടുപ്പത്തായിട്ടുണ്ടേ. പിന്നെ ചക്ക കുരു ഇട്ടിട്ടില്ല, ചക്ക മാത്രം. ചക്ക കുരുമുളക് പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പിട്ട് തേങ്ങ ചിരവിറ്റിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. തേങ്ങ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ചിരയിട്ടാലാണ് നല്ലത്. അത് എത്ര ഇടാം, ഒരു മുറിയോ അതിലധികമോ എത്ര വേണമെങ്കിലും ഇടാം. പിന്നെ നമുക്ക് വറുക്കാനും അതുപോലെ വേണം, കുറച്ച് നല്ലോണം വേണം, വറവ് നല്ലോണം വേണം തേങ്ങ വറുത്തിടാൻ. ഇത് നമുക്കിനി കുരു ഇതായിപ്പുറം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അത് വെന്തു. ഇനി ഇതിലെടുത്ത് കടലയും ഇതെല്ലാം ചക്ക വേവുമ്പോൾ കടലയും ചക്കക്കുരു എല്ലാം കൂടെ ഇതിലെടുത്തിടേ വേണ്ടു. ഇത് വേവട്ടെ, വന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ചക്കക്ക് വേണ്ടുന്ന വറവ് ആക്കി വെക്കാം. ഞാൻ കടുപൊട്ടി തേങ്ങയും കൂടെ ഇട്ട് വറുത്തിട്ട് ഇവിടെ വെക്കാം. ചക്കയാകുമ്പോഴേക്ക് എടുത്തിടേലും ഉണ്ട്. തേങ്ങ ഇട്ടാൽ നമ്മൾ ചക്ക തിളച്ചിട്ടുണ്ട്. തിളക്കുന്നുണ്ട്. ചക്ക ഇങ്ങനെ ആയിട്ടുണ്ട്. വറവായിട്ടുണ്ട്. ഒരു ചക്കക്കുരു ഞാൻ വേറെ തന്നെ വേവിച്ചിട്ട് ഇട്ട്, കടല ഇട്ടിട്ടില്ല. കടല വേവിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വേവട്ടെ. ചക്ക വെന്തിട്ടുണ്ട്. കടല നമുക്ക് ഇതിലേക്ക് ഇടാം. സൂര്യൻ ചന്ദ്രമ പറയുന്നുണ്ട് ചെറിയൊരു മനസ്സുഖം ഇപ്പോൾ എന്ന് പറയുന്നത് കുഞ്ഞി. ഓക്കെ 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 അങ്ങനെ നന്ദ ജയേട്ടാ വിളിക്കുന്ന ജയരാജൻ ഓ എന്ന് നന്ദ കണ്ണേട്ടാ വിളിക്കുന്നത് സൂര്യ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് എന്താണ് നമ്മൾ സാധുവിനെ വിളിക്കുന്നത് നന്ദ. നമ്മൾ ചക്ക എരിശ്ശേരി വറവ് ആക്കിയതാ. തേങ്ങ വറവ്, തേങ്ങയും കടുവും ജീരകവും എല്ലാം കൂടെ ഒരു വറവ്. കണ്ടല്ലേ, ഇഷ്ടമായാലായിരിക്കും. നോക്കിയാൽ ചക്ക എത്ര നല്ല ഒടിയുന്ന ചക്കയല്ലേ ഇത്. കുഴച്ചക്കയാണ്, പഴഞ്ചക്ക. ഉണ്ടാതാ ഞാൻ ഉടച്ചെടുത്താൽ മതി.
അങ്ങനെ നമ്മൾ ചക്കരിശ്ശേരി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൈ കൊണ്ടൊന്നും ഇളക്കാനൊന്നും ആവുന്നില്ല.